മദ്യനയ അഴിമതി കേസിൽ കോടതി നടപടിക്രമങ്ങൾ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച സംഭവത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയിൽ ഇടപെട്ട് ഡൽഹി ഹൈക്കോടതി. കോടതി നടപടികൾ അടങ്ങിയ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അച്യുതൻ, എന്തൊക്കെ ഉത്തരവുകളാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നത്? മദ്യനയ അഴിമതി കേസിൽ CBI അപ്പീൽ പരിഗണിക്കുന്ന ജഡ്ജിയെ മാറ്റണമെന്ന് കേജ്രിവാൾ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഈ ആവശ്യത്തിൽ കഴിഞ്ഞ തവണ ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മയുടെ ബെഞ്ചിലാണ് ഈ കോടതി നടപടികൾ നടന്നത്. ഇതിനുശേഷം ഈ കേജ്രിവാൾ നേരിട്ട് വാദിക്കുന്നതടക്കമുള്ള ഒരു കോടതി നടപടികൾ അത് സമൂഹ മാധ്യമങ്ങളിലൂടെ കേജ്രിവാളും ഒപ്പം തന്നെ ചില ആം ആദ്മി പാർട്ടി നേതാക്കളും പങ്കുവച്ചു. ഇതിനെതിരെ ഇന്നൊരു കോടതിയലക്ഷ്യ നടപടി ഇവർക്കെതിരെ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലായിരുന്നു ഡൽഹി ഹൈക്കോടതിയുടെ ഇടപെടൽ. അതായത് ഈ കോടതി നടപടികൾ അടങ്ങിയ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഉടൻ നീക്കം ചെയ്യാനാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ്. ഈ സോഷ്യൽ മീഡിയ വഴി കോടതി നടപടിക്രമങ്ങൾ പ്രചരിപ്പിക്കുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്നും അത് കോടതി നടപടിയുമായി ബന്ധപ്പെട്ട VC നിയമ ലംഘനമാണ് എന്നും ഡൽഹി ഹൈക്കോടതി നിരീക്ഷിച്ചു. തുടർന്നാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഹർജിയിൽ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി പാർട്ടി നേതാക്കൾക്കും മാധ്യമപ്രവർത്തകൻ രവീഷ് കുമാറിനും നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.